നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാമത് ഇന്തോ അറബ് ആഫ്രോ ഉച്ചകോടിക്ക് കുവൈത്തിൽ തുടക്കം. ആഫ്രിക്കയ്ക്ക് കുവൈത്തിന്റെ $100 കോടി സഹായം. സന്ദർശക വിസയിലെത്തുന്നവർക്കും ഖത്തർ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നു. നിയമം 2015 പ്രാബല്യത്തിൽ വരും. കുവൈത്തിൽ ഒളിച്ചോട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് 2 മാസം കഴിഞ്ഞാൽ ഇഖാമ റദ്ദാക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. തൊഴിലുടമ കേസ് നൽകി 2 മാസം കഴിയുന്നതോടെയാണ് തൊഴിലാളിയുടെ ഇഖാമ റദ്ദാവുക. ആറന്മുള വിമാനത്താവളത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമാനുമതി. തീരുമാനം നിർഭാഗ്യകരമെന്ന് PM സുധീരൻ. കേന്ദ്ര തീരുമാനത്തിനെതിരെ ഒന്നും ചെയ്യാനില്ലെന്ന് രമേശ് ചെന്നിത്തല. പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് CPM. ആറന്മുളയിൽ ശക്തമായ പ്രതിഷേധം. വിമാനത്താവള നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് KGS ഗ്രൂപ്പ്. ഇന്ത്യ വിൻഡീസ് ഏകദിനത്തിന് കൊച്ചിയൊരുങ്ങി. ടീമുകൾ കൊച്ചിയിലെത്തി. നാളെ പരിശീലനത്തിനിറങ്ങും. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 8ാം മത്സരവും സമനിലയിൽ. UDF-ൽ തുടരാൻ താൽപര്യമില്ലെന്ന് ലീഗ് നിർവാഹക സമിതി യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. എന്നാൽ UDF-ൽ നിന്നോ LDF-ൽ നിന്നോ ഇന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഒന്നുമുണ്ടായില്ല. മുസ്ലിം ലീഗിന്റെ വികാരങ്ങൾ മനസ്സിലാക്കി മാത്രമേ UDF മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് മാത്രമായിരുന്നു KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് UDF-നെതിരെയുള്ള വികാരം നേതാക്കൾ പരസ്യമായി പ്രകടിപ്പിച്ചത്. 5ാം മന്ത്രി വിവാദം തൊട്ടിങ്ങോട്ട് പല വിഷയങ്ങളിലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ലീഗിനെതിരെ മാന്യമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. ന്യൂനപക്ഷ പദ്ധതികൾക്ക് മതിയായ പിന്തുണ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും യോഗത്തിൽ നേതാക്കൾ തുറന്നടിച്ചിരുന്നു. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരും UDF-ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയാണെന്നും ഈ സാഹചര്യത്തിൽ UDF-ൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്നും യോഗത്തിൽ ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായപ്പെട്ടു. ലീഗിന്റെ വികാരങ്ങൾ മനസ്സിലാക്കി മാത്രമേ UDF മുന്നോട്ടു പോകൂവെന്നായിരുന്നു ഇതിനോട് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. UDF-അകത്തെ 2ാം കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് UDF-ന് അവിഭാജ്യ ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും UDF ഒറ്റക്കെട്ടായിട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നേരിടും. എന്നാൽ ലീഗ് LDF-ലേക്ക് വരുന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ടായാൽ അപ്പോൾ പ്രതികരിക്കാമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. അല്ല, അങ്ങനെ പൊതുവിൽ വരുമ്പോൾ നമ്മൾക്ക് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. അതേസമയം ലീഗിന്റെ അഭിപ്രായം കാര്യമാക്കേണ്ടെന്നും ഇത്തരം അഭിപ്രായം ലീഗിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ടെന്നായിരുന്നു ആര്യാടന്റെ പ്രതികരണം. പല ഘട്ടങ്ങളിലും ഇതിന്റെ മുമ്പും ലീഗ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. PT റഹീം MLA തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. കാസിം ഇരിക്കൂർ മാധ്യമപ്രവർത്തകൻ കോഴിക്കോട് ന്യൂസ് റൂമിൽ നമ്മോടൊപ്പം ചേരുന്നു. PK ഫിറോസ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി, ഒപ്പം CKV യൂസഫ് KMCC പ്രസിഡന്റ് മസ്കറ്റിൽ നിന്നും, വർഗീസ് പുതുക്കുളങ്ങര OICC ജനറൽ കൺവീനർ എന്നിവരും ടെലിഫോൺ ലൈനിലും ചേരുന്നു. ആദ്യം ശ്രീ PT റഹീമിലേക്ക്, എന്താണ് ലീഗ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം കൊണ്ട് ഉദ്ദേശിച്ചത്? ലീഗ് ഇടത്തോട്ട് നീങ്ങും എന്ന് കൃത്യമായി പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? എന്താണ് താങ്കളുടെ നിരീക്ഷണം? മുസ്ലിം ലീഗ് ആദ്യമായിട്ടൊന്നുമല്ല, 15 വർഷം മുമ്പേ ഈ കാര്യങ്ങൾ പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. ശ്രീ VK കുഞ്ഞാലിക്കുട്ടിയുടെയും ശ്രീ KNA ഖാദറിൻ്റെയും അബ്ദുസ്സമദ് സമദാനിയുടെയും നേതൃത്വത്തിൽ 15 വർഷം മുമ്പ് തന്നെ ഇതുപോലെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ലീഗ് ചർച്ച നടത്തിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് എവിടെയെങ്കിലും എത്തിപ്പെടാൻ സാധിക്കും എന്ന് കരുതുന്നില്ല. കാരണം ഇടതുപക്ഷം ഈ കാര്യത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് LDF-ൽ നിന്ന് വിട്ടുപോയ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇങ്ങനെ പറയുന്നത് വിലപേശലിൻ്റെ ഒരു കാര്യം മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിരർത്ഥകമായ ചില ചർച്ചകൾ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ചർച്ച നടക്കേണ്ടതിൻ്റെ ഇരുഭാഗവുമില്ലാതെ ഒരു വിഭാഗം തന്നെ ചർച്ച നടക്കുന്നത് എന്തെങ്കിലും ഫലപ്രാപ്തി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ കാസിം ഇരിക്കൂർ, ആര്യാടന്റെ ഇന്നത്തെ പ്രതികരണം പോലെ തന്നെയാണ് ശ്രീ PT റഹീമിന്റെയും പ്രതികരണം. ഇത് മുൻപും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല എന്നതാണ്. അതൊരു സമ്മർദ്ദ തന്ത്രമായി പോലും ഇവർ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ അതിലപ്പുറം ഇപ്പുറത്തും ഇടതുപക്ഷത്തും ചില അനുകൂലമായ ചില സംഭവങ്ങൾ, ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ ചർച്ച സജീവമാവാൻ മറ്റൊരു കാരണം. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയമായ ധ്രുവീകരണങ്ങളും ഉരുത്തിരികളും ഉണ്ടാകുക സ്വാഭാവികമാണ്.
ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലൊരു പരസ്യമായ പ്രസ്താവനയൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ LDFുമായി അടുക്കാനുള്ള ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ ഉണ്ടായി എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരു അസംഭവ്യമായ അല്ലെങ്കിൽ അത്ഭുതകരമായ കാഴ്ചയൊന്നുമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പും തന്നെ മുസ്ലിം ലീഗിൽ LDFുമായി അടുക്കാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. 2000 നടന്ന പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ യഥാർത്ഥത്തിൽ CPM ഇടതുപക്ഷവും മുസ്ലിം ലീഗും തമ്മിൽ ഒരു അടവ് നയമുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ മലപ്പുറത്ത് 18 പഞ്ചായത്തുകളടക്കം മൊത്തത്തിൽ 32 പഞ്ചായത്തുകളിൽ അന്ന് അടവ് നയത്തിൻ്റെ പേരിൽ മുസ്ലിം ലീഗും CPMും വളരെ അടുത്തിരുന്നു. 5 വർഷക്കാലം പല സ്ഥലത്തും തന്നെ അവർ ഭരിക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഇപ്പോഴും മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു പ്രതിനിധിത്വത്തിന് തയ്യാറായി നിൽക്കുന്നത് പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. UDFിലെ ഇപ്പോഴത്തെ അവസ്ഥ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുകയാണെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പ്രത്യേകിച്ചിട്ടും തന്നെ അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തിൽ വളരെയധികം വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് എന്ന് ഇന്ന് പത്രങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന്, 5ാം മന്ത്രിയുടെ പ്രശ്നത്തോടു കൂടി തന്നെ മുസ്ലിം ലീഗിൻ്റെ മേലെ കോൺഗ്രസിൽ നിന്ന് വളരെ സമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. രണ്ടാമതായി ചില ന്യൂനപക്ഷ പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മുസ്ലിം ലീഗ് വിചാരിക്കുന്ന ഭാഗത്തു കൂടി എല്ലാ സംഭവങ്ങൾ നീങ്ങുന്നത്. അവസാനമായി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചുള്ള പ്രൊമോട്ടർമാരെ നിയമിക്കുന്ന കാര്യത്തിലും അവിടെ മന്ത്രിസഭയിൽ നിന്ന് പോലും തന്നെ മുസ്ലിം ലീഗിന് വളരെ മോശമായ പ്രതികരണമാണ് ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിലെല്ലാം ഉപരിയായി മൊത്തത്തിൽ UPAയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ശിഥിലീകരണം ഒരു മാറി ചിന്തിക്കലിനെ ലീഗിനെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്ഭുതമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കൾക്ക് തിരിച്ചു വരാം. ശ്രീ CKV യൂസഫ്, LDFിലേക്ക് പോകാനുള്ള സാഹചര്യം ലീഗിന് മുന്നിൽ ഇപ്പോഴുണ്ടോ? താങ്കൾ എങ്ങനെ കാണുന്നു, പ്രവാസികളുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് കൂടി? ഞങ്ങൾ KMCC ലീഗ് നേതൃത്വം എന്ത് പറയുന്നു അത് സ്വീകരിക്കുക എന്ന നടപടിയാണ് ഇന്നലെ വരെ പോയിരുന്നത്. ലീഗ് തീരുമാനം എന്താണോ അത് സ്വീകരിക്കുക, അതാണ് KMCCയുടെ നിലപാടുകൾ. രണ്ടാമത് KMCCയുടെ പ്രവർത്തനം തന്നെ ജീവകാരുണ്യ പ്രവർത്തനമാണ്. രാഷ്ട്രീയപരമായിട്ട് അത്രമാത്രം രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഇടപെടാറില്ല KMCC ലീഗ് നേതൃത്വത്തിന്റെ കീഴ്ഘടകമാണ്. അതുകൊണ്ട് തന്നെ നേതൃത്വം എന്ത് പറയുന്നോ അത് സ്വീകരിക്കുക എന്നതാണ് KMCCയുടെ പ്രവർത്തനം. LDFിലേക്ക് പോകുന്നത് കൊണ്ട് തകരാറില്ല, അത് പാർട്ടി എന്ത് തീരുമാനിച്ചാലും സ്വീകരിക്കും, അതാണ് ഞങ്ങളെ. ശ്രീ കാസിമിരിക്കൂർ, മറ്റൊരു കാര്യം, അങ്ങനെ ലീഗിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ CPMനോ LDFിനോ കൂടെ ചേർക്കണമെങ്കിൽ നയപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുമോ? അതുവഴി നേരത്തെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ലീഗിനെ വർഗീയ കക്ഷിയെന്ന് നേരിട്ട് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ പോലും CPMലെ ചില ആളുകൾ ഒരു മത വർഗീയ കക്ഷിയായി ചില ഘട്ടങ്ങളിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്, ചില നേതാക്കളെങ്കിലും. മുമ്പ് നമുക്കറിയാം, ബദൽ രേഖ അവതരിപ്പിച്ചപ്പോൾ ആ കാലത്ത് അത് വലിയ വിവാദമായതും അതുകൊണ്ട് തന്നെയാണ്. പിന്നീട് INLനെ ചേർക്കുന്ന കാര്യം വന്നപ്പോൾ വലിയ വലിയ ചർച്ചകൾ വന്നു. INLനെ ഒരിക്കലും ഇടതു മുന്നണിയിലേക്ക് എടുക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് ആ ചർച്ച അവസാനിക്കുകയും ചെയ്തു. 2 കക്ഷികൾക്കും പരസ്പരം അടുക്കാനാവാത്ത ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിരന്തരമായ അല്ലെങ്കിൽ സ്ഥായിയായ ശത്രുതയോ അല്ലെങ്കിൽ വിരോധമോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ 2 പാർട്ടികളുടെയും നേതാക്കന്മാർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും, യാതൊരു സംശയവുമില്ല. ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ അടവ് നയത്തിൻ്റെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും ഇടതുപക്ഷവും തന്നെ വളരെയധികം അടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിലെ തന്നെ ചില വിഭാഗങ്ങൾ, ചില നേതാക്കന്മാർക്ക് കോൺഗ്രസുമായുള്ള അടുത്ത ബന്ധം കൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തെ പരാജയപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരേതനായ യശസ്വരനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു കേരളത്തിലെ പ്രമുഖമായ ഒരു വാരികയിൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഒരു ശ്രമമുണ്ടായി ആ നീക്കത്തെ പരാജയപ്പെടുത്തുന്ന കാര്യത്തിൽ ഞാൻ വലിയ പങ്ക് വഹിച്ചു എന്ന്. അതായത് ഈ അടവ് നയത്തിന് വിപുലീകരിച്ച സമയത്ത് ഉണ്ടായിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആ ബന്ധം നീണ്ടുപോയേക്കാമെന്നുള്ള അവസ്ഥ വന്ന അവസരത്തിൽ മനസ്സിലാക്കിയെടുത്തോളം ശ്രീമതി സോണിയാഗാന്ധി നേരിട്ട് ശഹാബ് തങ്ങളെ വിളിച്ചും കൊണ്ട് അത്തരം ഒരു നീക്കത്തിന് തടയിടാണ് ചെയ്തത്. ആ ഒരു നീക്കത്തിന് മിക്കവാറും മനസ്സിലാക്കാൻ സാധിച്ചത് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് സാഹിബ് ആയിരിക്കാം അതിൽ കൂടുതൽ പങ്ക് വഹിച്ചിട്ടുണ്ടാവുക. അതല്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അന്ന് ഇതേപോലുള്ളൊരു സഖ്യം ഉരുത്തിരിയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. ശ്രീ കാസിമിരിക്കൂർ, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ PK ഫിറോസ് ഇപ്പോൾ നമ്മോടൊപ്പം
ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഫിറോസ്, നേരത്തെ തന്നെ അടുക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചർച്ച വീണ്ടും പൊങ്ങി വരുന്നു. അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നാണ് കാസിം ഇരിക്കൂറിനെ പോലുള്ള ആളുകൾ നിരീക്ഷിക്കുന്നത്. അല്ല, കാസിം ഇരിക്കൂറിനെ പോലെയുള്ള ആളുകൾക്ക് എന്തും പറയാം. ഇവിടെ എന്താണ് ഇത്തരമൊരു ചർച്ചയുടെ ആധാരം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ ആരെങ്കിലും ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നോ അല്ലെങ്കിൽ UDF-ൽ നിന്ന് വിട്ട് മറ്റേതെങ്കിലും മുന്നണിയിൽ ചേരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലോ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലും ഇന്ന് പത്രമാധ്യമങ്ങളിലും വന്ന വാർത്തയോട് നിഷേധമൊന്നും ആ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അല്ല, ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വരുന്ന വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്താൻ തുനിഞ്ഞാൽ എന്നെ പോലെയുള്ളവർക്ക് അതിൽ അഭിപ്രായം പറയാൻ പ്രയാസപ്പെടേണ്ടി വരും. കാരണം പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ലീഗ് UDF വിട്ടുവരണം എന്ന് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായപ്പെട്ടതായി അങ്ങനെയും ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ലീഗ് ആണെങ്കിൽ ഇത്തരം ഒരു ചർച്ച നടക്കുന്നതായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടി അതിന്റെ നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ പാർട്ടി ഇതിന്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാർട്ടി അതിന്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി ബന്ധപ്പെട്ട ആളുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ശ്രീ ഫിറോസ്, നിലവിൽ UDF-ൽ അതൃപ്തിയുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അല്ല, അതൊക്കെ പാർട്ടി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണല്ലോ. അത് പ്രത്യേകിച്ച് പുതുതായി അതിനോട് വല്ലതും കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി അത് വളരെ കൃത്യമായി നേരത്തെ തന്നെ മുൻപ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് UDF-നകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അതിൽ നിന്ന് വല്ല മാറ്റം ഉണ്ടായാലും പാർട്ടി അതും കൃത്യമായി മാധ്യമങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ പുതുതായി അത് സംബന്ധിച്ച് UDF-നകത്ത് പുതിയ വല്ല പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടോ, മുന്നണിയിൽ തുടർന്നു പോകാൻ വല്ല പ്രയാസങ്ങളുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പാർട്ടി അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഇതുവരെ മുമ്പിലോ പത്രമാധ്യമങ്ങളുടെ മുമ്പിലോ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചിട്ടില്ല. പക്ഷേ അകത്ത് ചർച്ച നടന്നിട്ടുണ്ട്. പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ നമുക്ക് ഏതെങ്കിലും മാധ്യമങ്ങളുടെ ഒക്കെ മുമ്പിൽ പറയുന്നതിൽ പ്രയാസങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് പല ചർച്ചകൾ നടക്കും, സ്വാഭാവികമാണ്. പല അല്ല, അങ്ങനെ നടന്നു എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് പാർട്ടിക്കകത്ത് പല ചർച്ചകൾ നടക്കും, സ്വാഭാവികമായും. ഈ എല്ലാ വിഷയങ്ങളിലും പാർട്ടിക്കകത്ത് ചർച്ചകൾ നടക്കുക സ്വാഭാവികമാണ്. അതിനാണല്ലോ പാർട്ടി യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. എന്നാൽ പാർട്ടി അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം പാർട്ടി കൃത്യമായും പുറത്ത് അറിയിക്കാറുണ്ട്. താങ്കൾക്ക് അത്രേ പറയാൻ നിവൃത്തിയുള്ളൂ എന്നറിയാം. വർഗീസ് പുതുക്കുളങ്ങര, OICC ജനറൽ കൺവീനർ നമ്മോടൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ഏറെ വർഷങ്ങളായുള്ള UDF കോൺഗ്രസ് ലീഗ് ബന്ധം, അതിൽ അതൃപ്തി ഉണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കുന്നു. ലീഗ് ആ രീതിയിലുള്ള അതൃപ്തി പല ഘട്ടങ്ങളിലും അറിയിച്ചിട്ടുമുണ്ട്. ഇവിടെ ഒരു മുന്നണി മാറ്റത്തിന്റെ സൂചനകൾ നൽകുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അങ്ങനെ ഒരു മുന്നണി മാറ്റത്തെ കുറിച്ച് ഇതുവരെ ആരും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം 1970 മുതൽ അന്തരിച്ച ശ്രീ K. കരുണാകരനും അഭിവന്ദ്യനായ ശ്രീ ബാഫിക് തങ്ങളും ചേർന്ന് രൂപം കൊടുത്ത ഒരു മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. 43 വർഷക്കാലമായി അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുള്ളിൽ ലീഗിന്റെ നേതാവ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ട്, മറ്റു സമയങ്ങളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. പക്ഷെ ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു കുടുംബമാകുമ്പോൾ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്നും അതൊരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് അത് പരിഹരിച്ചു പോയ പാരമ്പര്യമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളത്. കാരണം എന്നും മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയുടെ പാത സ്വീകരിച്ച ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഈ പറയുന്ന പാർട്ടി തലത്തിൽ ലീഗിന്റെ യോഗത്തിൽ ചർച്ച നടന്നു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചില മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. ആണോ ശ്രീ കാസിം ഇരിക്കൂർ? ഇത് ഒരു മാധ്യമ സൃഷ്ടിയായി മാത്രം തള്ളിക്കളയാവുന്നതാണോ? ഒരു പത്രത്തിൻ്റെ ഉത്തരവാദപ്പെട്ടൊരു പുരുഷരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിലതില്ലാതെ, ചില യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെക്കാതെ ഒരിക്കലും തന്നെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നുള്ളത് എൻ്റെ 25 വർഷത്തെ പത്രപ്രവർത്തന അനുഭവത്തിൽ പറയുന്നതാണ്. ഒരു പക്ഷേ വസ്തുതപരമായിട്ട് ചെറിയ കുറ്റങ്ങളൊക്കെ സംഭവിക്കാം. ചിലപ്പം കൃത്യതയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും. ഇന്ന് കേരളത്തിലിറങ്ങിയ പ്രധാനപ്പെട്ട 3-4 പത്രങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തെല്ലാം തന്നെ ഒരേ തരത്തിലാണ്. ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് വളരെ ഉത്തരവാദപ്പെട്ട സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. ഇത്തരമൊരു വാർത്ത ഒരു അസംഭവ്യമായൊരു വാർത്തയാണെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം അടുത്ത കാലഘട്ടത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളെല്ലാം തന്നെ ഇതിനെ ശരിവെക്കുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചൊരു പാർട്ടിയായി, യാതൊരു സംശയവുമില്ല. അന്ന് ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങളായിരുന്നു ഇതിന് സാരഥ്യം വഹിച്ചിരുന്നത്. 1970 തൊട്ട് കേരള രാഷ്ട്രീയത്തിന് മാറ്റമുണ്ടായത് UDFിൻ്റെ രൂപീകരണത്തിന് ശേഷമാണ്. ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ന് കേരള രാഷ്ട്രീയത്തെ നയിച്ച കുറേ നേതാക്കന്മാർ ഇന്ന് നമ്മുടെ മുന്നിലില്ല. പ്രത്യേകിച്ചും തന്നെ ഷിഹാബ് തങ്ങൾ UDFിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു വലിയ നേതാവാണ്. അതോടൊപ്പം തന്നെ ശ്രീമാൻ K. കരുണാകരനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും കൂട്ടിയോജിപ്പിച്ച ഏറ്റവും വലിയ ശക്തി. അവരുടെയൊക്കെ അഭാവത്തിൽ ചില മാറ്റങ്ങളെക്കുറിച്ച് പുനർവിചിന്തനത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്നും വലിയ അത്ഭുതകരമായ കാര്യമല്ല. അതുമാത്രമല്ല, ശ്രീ മുരളീധരനിൽ നിന്നും അതുപോലെ തന്നെ ചെന്നിത്തലയിൽ നിന്നും അതുപോലെ തന്നെ ശ്രീ ആര്യാടിൽ നിന്നൊക്കെ തന്നെ നിരന്തരം അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് സഹിക്കേണ്ടി വന്ന മത്സരങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെ ഒരു ആത്മാഭിമാനമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചോളം പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അസ്വാഭാവികമായി ഒന്നും കാണേണ്ടതില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ PT റഹീം, അസ്വാഭാവികമായത് ഒന്നുമില്ല, അതൊരു മരൽപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി ചുരുക്കി കാണേണ്ടതുമില്ല. മുസ്ലിം ലീഗ് വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഭരണത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ന്യൂനപക്ഷ പ്രൊമോട്ടർമാരുടെ കാര്യത്തിലായാലും കേന്ദ്രം അനുവദിച്ച ന്യൂനപക്ഷ വീടുകളുടെ വെട്ടിക്കുറവിനെ സംബന്ധിച്ചാണെങ്കിലും ഈ രാജ്യത്തെ ഒരു ന്യൂനപക്ഷങ്ങളുടെ പ്രസിദ്ധീകരണശാലകൾക്ക് എതിരെ ഗവൺമെൻറ് എടുക്കുന്ന നടപടികളായാലും ന്യൂനപക്ഷം നടത്തുന്ന പത്രങ്ങൾക്കെതിരെ നടക്കുന്ന നടപടികളിലായാലും അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ നേരത്തെ എടുത്ത നിലപാടുകളിൽ വന്ന മാറ്റത്തിൻ്റെ കാര്യത്തിലായാലും ഇമെയിൽ വിവാദത്തിലായാലും ഒക്കെ തന്നെ മുസ്ലിം ലീഗ് ഒരു പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ മുസ്ലിം ലീഗിന് വേറെ ഒരു മാർഗവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 വർഷം മുമ്പ് വലിയ ഒരു ശ്രമം നടന്നു. ഒരു സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തക സമിതി ചേർന്നപ്പോൾ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഇഷ്ടമുള്ള ആളുകൾക്ക് തുറന്ന് എന്തും പറയാം, ആരെയും ഭയപ്പെടാതെ പറയാനുള്ള ഒരു പ്രവർത്തക സമിതിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അത് അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചിരുന്ന കുറേ ആളുകൾ, KN ഖാദറിനെ പോലെയും അബ്ദുൽ സമദ് സമാധാനിയെ പോലെയുമുള്ള ആളുകൾ ഇടതുപക്ഷത്തേക്ക് പോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വളരെ വാചാലമായി സംസാരിക്കേണ്ട, ഒരു കേരളവും ബംഗാളും മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ടതാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ള രൂപത്തിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പൊന്നാനിയിലെ അബ്ദുൽ ഹൈ ഹാജിയും അതുപോലെ ചിത്താരിയിലെ മുഹമ്മദ് ഹാജിയും അവർ രണ്ടാളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ സുന്നികളുടെ നേതാക്കന്മാരാണ്, പ്രായം ചെന്ന നേതാക്കന്മാരാണ്. അവരാണ് തങ്ങളോട് ഈ ചർച്ച തടയണം എന്നാവശ്യപ്പെട്ടത്. ഉടനെ ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങൾ ആ ചർച്ച വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക, അങ്ങനെ ഒരു ചർച്ചയെ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. കോൺഗ്രസ് ചെയ്യുന്നതിനേക്കാളെയും RSS ചെയ്യുന്നതിനേക്കാളെയും കൂടുതൽ മുസ്ലിങ്ങളോട് വളരെ മോശമായി പെരുമാറിയത് റഷ്യയിലെ ഭരണകൂടമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസം ഇതിനേക്കാൾ നല്ലതാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് തങ്ങൾ ആ ചർച്ച ബലം പ്രയോഗിച്ച് അവസാനിപ്പിച്ചത് ഇന്നും ഞാൻ ഓർക്കുന്നു. അതെ, അതാണ് ശ്രീ PT റഹീം ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകൾ നിരീശ്വരവാദികളാണ്, മതവിരുദ്ധരാണ് തുടങ്ങിയ ധാരണകൾക്കൊക്കെ മാറ്റം വരുത്താൻ ഇവരും തയ്യാറായിരിക്കുന്നു, മറുഭാഗത്തും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നു. ഇനി പാലക്കാട് നടക്കുന്ന പാർട്ടി പ്ലീനത്തോടുകൂടി ഇതിൽ കുറെ കൂടി വ്യത്യസ്തമായ രീതിയിൽ പിണറായി വിജയൻ പാർട്ടിയിൽ ശക്തനാകുന്നു എന്നതാണ് ഈ ചർച്ച ഉയർത്തുവരാൻ പ്രത്യേകിച്ചും ഒരു കാരണം എന്നും നമുക്കറിയാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഇപ്പുറത്തും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചർച്ചയ്ക്ക് നിദാനമായ മറ്റൊരു വസ്തുത. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്, കാരണം മരിച്ചുപോയ പാണക്കാട് ഷിഹാബ് തങ്ങൾ കൂടുതൽ ഒന്നുകൂടി തുറന്ന മനസ്സുള്ള ആളും വളരെ വിശാലമായി ചിന്തിക്കുന്ന ഒരാളുമായിരുന്നു. അദ്ദേഹത്തിന് പോലും യോജിക്കാൻ കഴിയാതിരുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ പ്രസിഡന്റ് സമസ്തയുടെ ഭാരവാഹി കൂടിയാണ്. മുസ്ലിം ലീഗിലൊരു പിളർപ്പോട് കൂടിയല്ലാതെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പഴയ രീതിയിൽ നേരത്തെ KMCCയുടെ ആൾ സൂചിപ്പിച്ചതുപോലെ പഴയ രീതിയിലുള്ള ഒരു സംവിധാനമല്ല ഇപ്പം മുസ്ലിം ലീഗ്. കാരണം നേതൃത്വത്തിന് പിടിച്ചാൽ കിട്ടാത്ത ഒരു അണികളാണ് ഇപ്പം മുസ്ലിം ലീഗിനുള്ളത്. പക്ഷേ ശ്രീ PT റഹീം പിളർന്നതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. അല്ല, ഒരു പിളർപ്പിലൂടെ അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്നാണ്. കാരണം
കമ്മ്യൂണിസത്തെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അത്രയും ഭീകരമായ രീതിയിലാണ് അണികളിൽ ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഇസ്ലാമിന് പുറത്താണ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഈ ഇടതുപക്ഷവുമായി സഹകരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്ന് പറയുന്ന ഒരു അണികൾ, ആ അണികൾക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ പോകാൻ കഴിയും? അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അണികൾക്കിടയിൽ അത്രമാത്രം ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം നിലനിൽക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നേരത്തെ പി.ടി. റഹീം സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും അകറ്റി നിർത്തിയ സൈദ്ധാന്തികമായ ആശയപരമായ ഒരു പ്രതലം ഉണ്ടായിരുന്നു. അത് രാഷ്ട്രാന്തരീയ പ്രശ്നങ്ങൾ പോലും, അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ പോലും അതിന് പങ്കുവഹിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് കുറച്ചൊരു മാറ്റം ഉണ്ടായത് യഥാർത്ഥത്തിൽ അടുത്ത കാലഘട്ടത്തിലാണ്. പക്ഷേ ഇപ്പോഴും തന്നെ മൊത്തത്തിൽ മുസ്ലിം ലീഗ് അണികളുടെ വികാരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ ഏത് തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഉദാഹരണത്തിന് INL മുന്നണിയിലൊരു ബന്ധമല്ല, ഒരു ഘടകകക്ഷി അല്ലെങ്കിലും തന്നെ കഴിഞ്ഞ 20 വർഷമായി INLുമായി യോജിച്ചു, CPMുമായി INL യോജിച്ചു പോകുന്നുണ്ട്. പാർട്ടികളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്, ജയിപ്പിക്കുന്നൊക്കെ ഉണ്ട്. മുന്നണിയിൽ ബന്ധമില്ല എന്ന് മാത്രമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയെ, ഒരു പാർട്ടിയോട് ഒരന്ധമായ വിരോധം, എതിർപ്പ് CPMനുണ്ടെന്ന് ഒരിക്കലും തന്നെ പറയാൻ പറ്റില്ല. അക്കാര്യത്തിലൊക്കെ തന്നെ അവർ വളരെ പ്രായോഗികമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടി ഇടതുപക്ഷം പോലത്തെ മുന്നിലേക്ക് വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം ആകെ പൊളിച്ചെഴുതപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. 5 വർഷം കൂടുന്ന അവസരത്തിൽ ഒരു മുന്നണി മാറുന്ന സംവിധാനത്തിൽ പോലും ചിലപ്പോൾ മാറ്റമുണ്ടായേക്കാം. അത്തരമൊരു രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് ഇടതുപക്ഷ നേതാക്കന്മാർ ചിന്തിക്കുകയാണെങ്കിൽ അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല വലിയ അത്ഭുതകരമായ കാര്യം. സൈദ്ധാന്തികപരമായ പ്രശ്നം ഒരിക്കലും തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് കയറി വരാറില്ല. നേരത്തെ പി.ടി. റഹീം സൂചിപ്പിച്ചതുപോലെ മതപരമായ എതിർപ്പ് ചില ഭാഗങ്ങളിൽ ഉണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് അതൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് എന്നാണ്. ശ്രീ വർഗീസ് പുതുക്കുളങ്ങര, അപ്പോൾ അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യാമോഹം മാത്രമായി അവശേഷിക്കില്ല എന്നതാണ് ഈ ചർച്ചയുടെ ഒരു പൊതുവികാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുവാൻ പോകുന്നു. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം മോഡിയുടെ നേതൃത്വത്തിൽ ഭരണം കൈയാളാനുമുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന വളരെ ഭീകരമായ ആക്രമണവും കൊലപാതകങ്ങളും ഞാനും നിങ്ങളും മറന്നിട്ടില്ല. തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് പോലുള്ള ന്യൂനപക്ഷ സമുദായങ്ങളാണ്. തീർച്ചയായും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു തീരുമാനമെടുക്കുവാൻ ഒരിക്കലും മുസ്ലിം ലീഗിന് കഴിയില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതാണ് മറ്റൊരു ഘടകം. ഒരു നരേന്ദ്രമോദി ഫാക്ടർ നിൽക്കുമ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് ലീഗ് പോകില്ല എന്ന വിശ്വാസം. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ മനസ്സിലൊരു ദേശീയ രാഷ്ട്രീയമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. കാരണം ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ GM മനാത്ത് ബാലയുടെ വിയോഗത്തോടുകൂടി യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയമൊന്നും മുസ്ലിം ലീഗ് കൂടുതലായി ചർച്ച ചെയ്യാറുള്ള എന്നുള്ളത്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെയും ഇബ്രാഹിം സുലൈമാൻ സേഠിന്റെ ഒക്കെ സൂചന. അതായത് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയമാണ് മുസ്ലിമിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചാണ് കാര്യമായിട്ട് ചർച്ച ചെയ്യാറ്. അതേ സമയത്ത് ഒരു ലോകസഭ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഏതായാലും 1-2 അംഗങ്ങളെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഇപ്പോൾ നിൽക്കുന്ന ഭിന്നിപ്പ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ 2 സ്ഥാനാർത്ഥികളുടെ വിജയം ഒരിക്കലും തന്നെ ഉറപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പൊന്നാനിയിൽ കഴിഞ്ഞ തവണ 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. കോൺഗ്രസിന് നിർണായകമായ ഒരു സ്വാധീനമുള്ള മണ്ഡലമാണ് പൊന്നാനി. അവിടെ ഇന്ന് കാണുന്ന അവസ്ഥയിലാണ് പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് അറിയാം അവിടെ ജയിക്കുക കുറച്ച് പ്രയാസമാണ് എന്ന്. അതേ സമയത്ത് ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായി 3 മണ്ഡലങ്ങളിൽ പൊന്നാനിയിലും മലപ്പുറത്തും അതുപോലെ തന്നെ വയനാട്ടിലും മുസ്ലിം ലീഗ് മത്സരിക്കുകയാണെങ്കിൽ ചെറിയൊരു പിന്തുണ CPM പരോക്ഷമായി നൽകുകയാണെങ്കിൽ വളരെ കൂളായി ജയിക്കാൻ കഴിയും. അവസാനം പാർലമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ 3 പ്രതിനിധികൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UPAയുടെ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അവിടെ വലിയ രാഷ്ട്രീയപരമായ നീക്കുപോക്കിൻ്റെയോ വിട്ടുവീഴ്ചയുടെ പ്രശ്നം വരുന്നില്ലതാനും. ശ്രീ PK ഫിറോസ്, ശ്രീ കാസിം ഇരിക്കോറിന്റെ നിരീക്ഷണത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇവിടെ നേരത്തെ പി.ടി. റഹീം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലീഗ് പ്രതിസന്ധിയിലാണെന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇത്തവണ അധികാരത്തിൽ വന്നത് മുതൽ തുടങ്ങിയ പ്രതിസന്ധി അല്ല. ഈ പി.ടി. റഹീം ലീഗ് വിട്ടത് മുതൽക്ക് തന്നെ ലീഗ് പ്രതിസന്ധിയിലാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചു പോരുന്നത്. അങ്ങനെ അദ്ദേഹം ആശ്വസിക്കുന്നതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷെ അത് വസ്തുതയല്ല എന്നുള്ളതാണ്
അതിന്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ മറ്റൊന്ന്, ഞാൻ ഇവിടെ നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ച ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നേരം പുലരുന്നത് വരെ അതിന്റെ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ പാർട്ടി കൃത്യമായി അതിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ കൂടുതൽ ചർച്ചകളിലേക്ക് എന്നെപ്പോലെയുള്ള പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് കൃത്യമായി ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ അല്ലാതെ ഒരു പുകമറ ഇത്തരം ചാനലുകൾ ചർച്ചയുണ്ടാക്കി അഭിപ്രായം പറയാൻ പാർട്ടിയുടെ ഒരു പ്രവർത്തക സമിതി മെമ്പർ എന്ന നിലയിൽ വല്ല അഭിപ്രായം രേഖപ്പെടുന്നതിൽ പ്രയാസമുണ്ട് എന്ന് മാത്രമാണ് അത് സംബന്ധിച്ച് പുകമുറയുണ്ടാക്കൽ ഞങ്ങളുടെ ഒരു ആവശ്യമല്ല, അത് താങ്കൾക്കറിയാം. ഇങ്ങനെ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞ് വന്നതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഈ ചർച്ച ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ ഒരു ചർച്ച ഏറ്റെടുക്കുന്നത് ഈ ചാനൽ മാത്രമല്ല, ഇന്നത്തെ പല ചാനൽ ചർച്ചകളിലും ഇത് കടന്നു വരുന്നു, പത്രങ്ങളിലും ഇന്ന് ഈ വാർത്ത തന്നെ വരുന്നു. അപ്പോഴും ലീഗ് നേതാക്കൾ ഇത് നിഷേധിച്ചിട്ടൊന്നുമില്ല. ബോധപൂർവം ഇതിൽ നിന്ന്, ഈ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ വളരെ ശ്രമിച്ചു എന്നതിലപ്പുറം. ആയിക്കോട്ടെ, അല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. മാധ്യമങ്ങൾക്ക് ചർച്ചകൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടി മീറ്റിങ്ങുകളിൽ അങ്ങനെ അഭിപ്രായം വന്നു എന്ന് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനെയൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇന്ന് നേരം പുലർന്നാൽ നാളെ കൃത്യമായി പാർട്ടി അതിന്റെ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധമാവുന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നില്ല. ശ്രീ പി.ടി. റഹീം, പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധമാവും എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത്രമാത്രം പറഞ്ഞു നിർത്തുന്നത്. ഏതായാലും താങ്കൾക്കെതിരെയുള്ള ഒരു പ്രസ്താവനയുള്ളത് കൊണ്ട് അതിന് മറുപടി പറയാം. അല്ല, ഞാൻ ആ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, അതൊരു രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് ദേശീയ തലത്തിൽ ഈ മുസ്ലിം ലീഗ് ഇപ്പോൾ കോൺഗ്രസ്സിനെതിരായിട്ട് ഡൽഹിയും അതുപോലെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. ഡൽഹിയിൽ തന്നെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഇവർ വോട്ട് പിന്നിച്ചാൽ അവിടെ BJP ജയിക്കും. അപ്പോൾ ഈ മോഡി ഫാക്ടർ എന്നുള്ളത് ഇവിടെ കേരളത്തിൽ പറയുക എന്നല്ലാതെ കേരളത്തിൻ്റെ പുറത്ത് ഇപ്പോഴേ നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിക്കുന്നുണ്ട് കോണിച്ചിഹ്നത്തിൽ. അപ്പോൾ ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ കാഴ്ചപ്പാട് മോഡിക്കെതിരായിട്ടുണ്ട് എന്നൊന്നും ഞാൻ കരുതില്ല. ഇവിടെയുള്ള നേതാക്കന്മാർക്ക് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. CH ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് കോഴിക്കോട് സർവകലാശാലയൊക്കെ ഉണ്ടാക്കിയ ഒരു സന്ദർഭം ഉണ്ടായി, മലപ്പുറം ജില്ലയൊക്കെ ഉണ്ടാക്കിയ സന്ദർഭം. അത് EMSൻ്റെ മന്ത്രിസഭയിൽ നിന്നിട്ടാണ് ഉണ്ടാക്കിയത്. കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ഒരു അവസരത്തിൽ പോലും ഇതുപോലെ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യവും ലീഗ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം തന്നെ ഇഫ്ലു സർവകലാശാലയെ സംബന്ധിച്ച് അനിശ്ചിതത്വത്തിലാണ്. ന്യൂനപക്ഷ പ്രൊമോട്ടർമാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ 100 കൂട്ടം വിഷയങ്ങൾ മുസ്ലിം ലീഗ് അഭിമുഖീകരിക്കുന്നുണ്ട്. അതേസമയത്ത് ലീഗിലെ നേതാക്കന്മാർക്ക് വ്യക്തിപരമായി കോളേജുകൾ കിട്ടുന്നുണ്ടാവും, വ്യക്തിപരമായ കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും, 5ാമത്തെ മന്ത്രി കിട്ടുന്നുണ്ടാവും. പക്ഷേ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന അവസരത്തിൽ ലീഗ് നേടിയതുപോലെയുള്ള എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യങ്ങളും കോൺഗ്രസിൻ്റെ കൂടെ നിന്നപ്പോൾ കിട്ടിയിട്ടില്ല. അത് നേതാക്കന്മാർക്ക് എന്തെങ്കിലും കിട്ടിയെന്നല്ലാതെ മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മുന്നണി മാറ്റം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായിരിക്കും എന്നാണ് താങ്കളുടെ നിരീക്ഷണം? ഒരു സംശയവുമില്ല. കാരണം ലീഗ് കൂടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇടതുപക്ഷമാണ് ഏതെങ്കിലും രൂപത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ സംവരണം EMSൻ്റെ സംഭാവനയാണ്. മലപ്പുറം ജില്ല EMSൻ്റെ സംഭാവനയാണ്. അലിഗർ ഓഫ് ക്യാമ്പസ് VSൻ്റെ സംഭാവനയാണ്. ഇതൊക്കെ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ മാത്രമാണ്. എന്നാൽ കോൺഗ്രസ് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പം ആര്യാടനെ പോലെയുള്ള ആളുകൾ നിരാഹാരം കിടന്നതാണ്. കോഴിക്കോട് സർവകലാശാല ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ചിഹ്നത്തിൽ കോണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം കിടന്ന ആളുകളാണ്. ഒരു കാര്യത്തിൽ പോലും ഇത്തരം ന്യൂനപക്ഷ വിഷയങ്ങളിൽ കോൺഗ്രസ് അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല, അതിപ്പോഴും സ്വീകരിക്കുന്നില്ല. നേരെ മറിച്ച് ഇടതുപക്ഷം. ശ്രീ കാസിമീർ കോർ, ഇപ്പോൾ ന്യൂനപക്ഷങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന CPM മുഖ്യധാരയുടെ പ്രസാധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ന്യൂനപക്ഷങ്ങളിലേക്ക് എത്ര അടുക്കാൻ ശ്രമിക്കുമ്പോഴും അത് വോട്ടാക്കി മാറ്റാനുള്ള ഒരു മാർഗവും തെളിയുന്നില്ല. അതിൽ വളരെ പ്രായോഗികമായ ഒരു വഴി ലീഗിനെ കൂടെ നിർത്തുക എന്നത് മാത്രമായിരിക്കും. അങ്ങനൊന്നില്ല. അതായത് മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പ്രദാനം ചെയ്യുന്ന പാർട്ടി. വോട്ടാക്കി മാറ്റുക എന്നുള്ളതിൽ തന്നെ മുസ്ലിം ലീഗ് അല്ലാത്ത ഇവിടെ ധാരാളം വോട്ടുണ്ടല്ലോ ഇവിടെ. അതായത് 25 വർഷത്തിന് ശേഷം മുമ്പുള്ള രാഷ്ട്രീയമല്ല കേരളത്തിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ രാഷ്ട്രീയം.
ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ കുത്തകയായിരുന്നു ഇവിടുത്തെ മുസ്ലിം വോട്ട്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട്. ഇന്നത് മാറിയിരിക്കുകയാണ്. ഇത് 4-5 പാർട്ടികൾ ഇവിടെ ഉണ്ട്. അവർക്ക് ഒരുപക്ഷെ വലുപ്പച്ചെറുപ്പം അനുസരിച്ച് അവരുടെ വോട്ട് ബാങ്കുമുണ്ട്. ഇതിൽ ഒരു ചെറിയ വിഭാഗത്തെ കിട്ടിയാൽ തന്നെ ചിലപ്പോൾ കേരളത്തിലെ രണ്ട് മുന്നണികളും ജയിച്ചു വരുന്നത് 1-2% വോട്ടിൻ്റെ ഡിഫറൻസിലാണ്. ഈ വ്യത്യാസം തന്നെ പരിഹരിക്കാൻ ചിലപ്പോൾ ഒരു ചെറിയൊരു പാർട്ടി കൊണ്ട് സാധിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ CPM വെറും ഒരു മുസ്ലിം വോട്ട് ബാങ്ക് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഞാൻ കരുതുന്നില്ല. അതേ സമയത്ത് കേരള രാഷ്ട്രീയം ഒരു പൊളിച്ചെഴുത്ത്, അത് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ യശസ്വരനായി EMS നമ്പൂതിരിപ്പാട് പലപ്പോഴും തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനം, അത് പൊളിച്ചെഴുത്താണ്. അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും അതുപോലെ തന്നെ ചില സാമുദായിക സംഘടനകൾക്ക് ഒരുമിച്ച് കൊണ്ടുള്ള ഒരു UDF രാഷ്ട്രീയത്തെ അദ്ദേഹം എന്നും എതിർത്തു പോന്നിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷം വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ആ പൊളിച്ചെഴുത്ത് സാധ്യമാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും? അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴത്തെ ഈ പറയുന്ന 25% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, അവർ വെറും മുസ്ലിം ലീഗിൽ മാത്രം തന്നെ സംഗമിക്കുന്ന ഒരു വിഭാഗമല്ല. പ്രത്യേകിച്ചും ആദർശപരമായും ഐഡിയോളജിക്കലായി തന്നെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ഇവിടെ. ആ ഉരുത്തിരിയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടുമുള്ള ബന്ധത്തിൽ ഉപരിയായി അന്താരാഷ്ട്ര പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ദേശീയ പ്രശ്നങ്ങളെയും വളരെ വിശാലമായ കാഴ്ചപ്പാടോടെ കാണുന്നവരാണ്. സാമ്രാജ്യത്തിനെതിരായുള്ള പോരാട്ടം, അതോടൊപ്പം തന്നെ ഇന്ത്യയിലാണെങ്കിൽ വർഗീയതയ്ക്കും ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിലൊക്കെ തന്നെ ഒരു പുരോഗമന പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് തന്നെ പുതിയ തലമുറയിൽ, ന്യൂ ജനറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. സമയപരിമിതി മൂലം ഇടപെടുന്നു. വളരെ നന്ദി ശ്രീ കാസിം ഇരിക്കൂർ. ഒപ്പം ശ്രീ PT റഹീം, CKV യൂസഫ്, ഒപ്പം വർഗീസ് പൂത്തുകുളങ്ങര, PK ഫിറോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി ഇടവേളയിലേക്ക്. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് തുടരുന്നു. സംയുക്ത കർമ്മ പദ്ധതികളിലൂടെ കൂട്ടായ്മയ്ക്ക് കൂടുതൽ കരുത്തേകാൻ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതകളിൽ നിന്ന് ഇരു മേഖലകളെയും സംരക്ഷിക്കാൻ ക്രിയാത്മക നടപടികൾ അനിവാര്യമാണെന്ന അഭിപ്രായമാണ് ഉച്ചകോടിയിൽ പ്രധാനമായും ഉയർന്നത്. ബയാൻ പാലസിൽ അമീർ ഷെയ്ഖ് സ്വബാഹ് അൽ അഹമ്മദ് അൽ സ്വബാഹ് ഉച്ചകോടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിറിയ ഫലസ്തീൻ പ്രശ്നങ്ങളിൽ പരിഹാരം നേടുന്നത് മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അമീർ പറഞ്ഞു. ആഫ്രിക്കൻ മേഖലയ്ക്ക് $1 ബില്യൺ വായ്പ അനുവദിക്കുമെന്നും കുവൈത്ത് അമീർ പ്രഖ്യാപിച്ചു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെയും ആഫ്രിക്കൻ വൻകരയിലെയും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, വികസന പ്രവർത്തനങ്ങളിൽ പരസ്പരം സഹായിക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കും ഉച്ചകോടി രൂപം നൽകണമെന്ന് നേതാക്കൾ നിർദ്ദേശിച്ചു. 60-ലേറെ ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നത്. 34 രാഷ്ട്രനായകരും 8 ഉപരാഷ്ട്രപതിമാരും 3 പ്രധാനമന്ത്രിമാരും ഉച്ചകോടിക്കെത്തി. ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാരും കുവൈത്തിലുണ്ട്. കുവൈത്തിൻ്റെ അടുത്ത സുഹൃത്ത് രാജ്യങ്ങളായ ചൈന, റഷ്യ, ജപ്പാൻ, ഇന്ത്യ എന്നിവയുടെ പ്രതിനിധികളുടെ സാന്നിധ്യമാണ് മറ്റൊരു പ്രത്യേകത. നാളെ ഉച്ചകോടിയുടെ സമാപനത്തിൽ കുവൈത്ത് പ്രഖ്യാപനം നടക്കും. അടുത്ത പങ്കാളിത്തത്തോടെ പരസ്പര സഹകരണം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അറബ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. അറബ് ആഫ്രിക്കൻ ഐക്യം പരമാവധി ഊട്ടിയുറപ്പിക്കുക, ഒപ്പം വികസനം പരമാവധി താഴെത്തട്ടിലേക്ക് കൊണ്ടുപോവുകയും ഈ 2 ലക്ഷ്യങ്ങളിലൂന്നിയാണ് ഉച്ചകോടിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കുവൈത്തിലെ അൽബയാൻ പാലസിൽ നിന്ന് ക്യാമറമാൻ യൂസഫലിക്കൊപ്പം MCA നാസർ, മീഡിയ 1. അറബ് ആഫ്രിക്കൻ സമസ്യകൾ നേരിടാൻ സമഗ്ര പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് കുവൈത്ത് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പറഞ്ഞു. മാധ്യമങ്ങൾക്കും ഇതിൽ സുപ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇരു മേഖലകളെയും ഒന്നിപ്പിക്കാൻ കുവൈത്ത് അമീർ നടത്തുന്ന ശ്രമങ്ങൾ ശ്രദ്ധേയമാണെന്നും മന്ത്രി പറഞ്ഞു. പങ്കാളിത്ത വികസനത്തിലൂടെ ആഫ്രിക്കയും അറബ് ലോകവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സാധിക്കണമെന്ന് കുവൈത്ത് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി ഷെയ്ഖ് സൽമാൻ അൽ സബാഹ് 3ാമത് ആഫ്രിക്ക അറബ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ കുവൈത്തിൽ മീഡിയ 1നോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. In this summit, we are talking about partnership in field of development and in field of investment. We don't talk just on economical side. Development, it means in various sides, especially cultural sides and other cooperation. നിലവിലുള്ള സാഹചര്യത്തിൽ ഇരു കൂട്ടരും നേരിടുന്നത് ഒരേ വെല്ലുവിളിയാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ 2 പ്രദേശത്തെയും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കണം. മാധ്യമങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുവഹിക്കാൻ സാധിക്കും. I do believe that
the international organization in their task to attend and support will do excellent work to Asia and Africa. Thank you. നാളെ സമാപിക്കുന്ന ഉച്ചകോടി ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. Kuwait is keen to contribute in bridging the relationship between Africa and the Middle East going to Asia. ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ എല്ലാ മാധ്യമപ്രവർത്തകരെയും മന്ത്രി പ്രത്യേകം അഭിനന്ദിക്കാൻ മറന്നില്ല. മീഡിയ 1 കുവൈത്ത്. കുവൈത്തിൽ ഒളിച്ചോട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് 2 മാസം കഴിഞ്ഞാൽ ഇക്കാമ റദ്ദാക്കാവുന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. തൊഴിലുടമ കേസ് നൽകി 2 മാസം കഴിയുന്നതോടെ തൊഴിലാളിയുടെ ഇക്കാമ റദ്ദാവും. കുവൈത്ത് സാമൂഹ്യ തൊഴിൽകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തന്റെ കീഴിലുള്ള തൊഴിലാളി ഒടിച്ചോടിയതായി സ്പോൺസർമാരോ കമ്പനികളോ പോലീസിൽ റിപ്പോർട്ട് ചെയ്തതു മുതൽ 60 ദിവസങ്ങൾക്കിടെ വേണമെങ്കിൽ തൊഴിലാളിക്ക് നടപടിക്രമത്തിലൂടെ പഴയ സ്പോൺസറുടെ കീഴിൽ തുടരാം. എന്നാൽ 2 മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇക്കാമ നിയമപരമല്ലാതാവുന്നതാണ്. ഒളിച്ചോടിയതായി റിപ്പോർട്ട് ചെയ്യുന്ന അന്നു മുതൽ തന്നെ തൊഴിലാളിയുടെ ഇക്കാമ മരവിപ്പിക്കുന്ന തരത്തിൽ നിയമം കൊണ്ടുവരണമെന്ന തൊഴിലുടമകളുടെ ആവശ്യത്തെ നിരസിച്ചുകൊണ്ടാണ് മന്ത്രാലയം 2 മാസം സമയം അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറങ്ങിയ ഇതു സംബന്ധിച്ച ഉത്തരവാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അതേസമയം തൊഴിലാളിക്കെതിരെ ഒളിച്ചോട്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ അതിനു മുമ്പ് തൊഴിലുടമ ചില നിബന്ധനകൾ പൂർത്തീകരിച്ചിരിക്കണം. തൊഴിലാളി ഒളിച്ചോടിയതായി പരസ്യം ചെയ്യുക, മന്ത്രാലയത്തിന്റെ കീഴിലെ പരിശോധക വിഭാഗത്തെ കാര്യം അറിയിക്കുക, പരിശോധന നടത്തി തൊഴിലാളി കമ്പനിയുടെ താമസയിടങ്ങളിലും മറ്റുമില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നീ നിബന്ധനകൾ പാലിച്ചല്ലാതെ സ്പോൺസറുടെ പരാതി പരിഗണിക്കപ്പെടില്ല. സ്പോൺസർമാരോ തൊഴിലുടമകളോ വിരോധം തീർക്കാനായി തൊഴിലാളികൾക്കെതിരെ അകാരണമായി കേസ് കൊടുത്താൽ സ്പോൺസർമാർക്കെതിരെയായിരിക്കും നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി. അതിനിടെ രാജ്യത്ത് 1 വർഷത്തിൽ പോലീസിലെത്തുന്ന ഒളിച്ചോട്ടം സംബന്ധിച്ച കേസുകളുടെ എണ്ണം 15,000 വരുമെന്ന് അധികൃതർ വെളിപ്പെടുത്തി. എന്നാൽ ഇതിൽ 50% നിബന്ധനകൾ പാലിക്കാതെയുള്ളവയാണ്. ഒളിച്ചോട്ടം സംബന്ധിച്ച കേസുകളിൽ 30% തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലുള്ള ഒത്തുതീർപ്പിലൂടെ പരിഹാരമാകാറുണ്ടെന്നും മന്ത്രാലയ വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈത്ത്. സന്ദർശക വിസയിൽ ഖത്തറിലെത്തുന്നവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2015 ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയമാവലിയിൽ വ്യക്തമാക്കുന്നു. ഖത്തറിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് സന്ദർശക വിസയിൽ എത്തുന്നവർക്കും ഇനി മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിർബന്ധമാക്കും. സന്ദർശക വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തതിന്റെ രേഖ കൂടി ഹാജരാക്കണം. വിസ ആവശ്യമില്ലാത്ത GCC പൗരന്മാരും ഓണറേബിൾ വിസക്കാരും പരിധിയിൽ നിന്ന് ഒഴിവല്ലെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയമാവലിയിൽ പറയുന്നു. സന്ദർശക വിസയിലെത്തുന്നവർക്ക് അത്യാഹിതം, അപകടം എന്നീ ഘട്ടങ്ങളിൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. സന്ദർശക വിസയിലുള്ളവർ കാലാവധി ദീർഘിപ്പിക്കുകയാണെങ്കിൽ പ്രസ്തുത കാലയളവിലേക്കുള്ള ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കണം. 2015 ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പൂർത്തിയാവുന്നതോടെ ഈ നിയമം പ്രാബല്യത്തിൽ വരും. റമീസ് ചാത്യാറ, മീഡിയ 1 ദോഹ. കുവൈറ്റിൽ ഈ ആഴ്ച 43,346 നിയമലംഘനങ്ങൾ ഉണ്ടായതായി ട്രാഫിക് വകുപ്പ് അറിയിച്ചു. 979 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെറുപ്പക്കാരടക്കം 175 പേരെ ലോക്കപ്പിൽ ഇടുകയും ചെയ്തു. വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഗതാഗത വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 1732 റോഡപകടങ്ങൾ രജിസ്റ്റർ ചെയ്തതായും ട്രാഫിക് വകുപ്പ് അറിയിച്ചു. 2014 ഖത്തറിന്റെ ഗ്യാസ് കയറ്റുമതി 500 മില്യൺ ടൺ വർദ്ധിപ്പിക്കുമെന്ന് ഊർജ്ജ വ്യവസായ മന്ത്രി ബിൻ സാലി അൽ സാദ പറഞ്ഞു. സെന്റ് റജീസ് ഹോട്ടലിൽ ആരംഭിച്ച 8ാമത് LPG ട്രേഡ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും വലിയ LPG കയറ്റുമതി രാജ്യം ഖത്തറാണെന്നും വർഷം തോറും 11 മില്യൺ ഗ്യാസാണ് ഖത്തർ കയറ്റുമതി ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ വർദ്ധിച്ച ഊർജ്ജാവശ്യം ഖത്തറിലൂടെ പരിഹരിക്കപ്പെടുമെന്നുമാണ് കരുതപ്പെടുന്നത്. ഒമാനിൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ബാത്തിന മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ മാസം 21 മുതൽ 24 വരെ സുൽത്താനേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുസന്തം ഗവർണറേറ്റിലായിരിക്കും മഴ കൂടുതൽ ശക്തമാവുക. ബാത്തിന, മസ്കത്ത് തുടങ്ങിയ തീരദേശ ഗവർണറേറ്റുകളിലും മഴയുണ്ടാകും. ശക്തമായ കാറ്റിൽ കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ ഈ മാസം 24 ശേഷം മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അറേബ്യൻ മുനമ്പിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് ഈ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഇറാൻ തീരത്തുണ്ടായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ശക്തമായ മഴയാണ് ഒമാനിൽ ലഭിച്ചത്. ബാത്തിന മേഖലയിൽ മഴ കനത്ത നാശം വിതച്ചു. സൊഹാറിൽ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന്റെ ഒരു ഭാഗം ഒഴുകിപ്പോയി.
അൽഹൂദിൽ പൈപ്പ് ലൈനിൽ ജോലി ചെയ്തിരുന്ന മലയാളി തിരുവനന്തപുരം സ്വദേശി നടരാജൻ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. മഴക്കെടുതി നേരിട്ട സൊഹാറിലെ വിവിധ പ്രദേശങ്ങൾ വടക്കൻ ബാത്തിന ഗവർണർ ഷെയ്ഖ് മുഹന്ന ബിൻ സൈഫ് ഇന്നലെ സന്ദർശിച്ചു. മീഡിയ 1 മസ്കത്ത്. അബുദാബിയിൽ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഗതാഗത വകുപ്പ് 300 പുതിയ AC ബസ് സ്റ്റോപ്പ് ഷെൽട്ടറുകൾ നിർമ്മിക്കും. അബുദാബിയിലെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ ബസ് സ്റ്റോപ്പുകളിലും എയർ കണ്ടീഷൻ ബസ് ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നത്. ഇതുവഴി കൂടുതൽ പേരെ ബസ് യാത്രയിലേക്ക് ആകർഷിക്കാൻ കഴിയും. അബുദാബി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റാണ് AC ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുന്നത്. 2011 പരീക്ഷണാർത്ഥം സ്ഥാപിച്ചവയാണ് അബുദാബിയിൽ നിലവിലുള്ള AC ബസ് സ്റ്റോപ്പുകൾ. ഇത് മുസഫ, ഷഹാമ, ബനിയാസ് തുടങ്ങി സ്ഥലങ്ങളിലേക്കാണ് വ്യാപിപ്പിക്കുക. നിലവിൽ ബസ് ഷെൽട്ടറുകളോ AC സംവിധാനമോ ഇല്ലാത്ത മുഴുവൻ ബസ് സ്റ്റോപ്പുകളിലുമാണ് നവീകരിച്ച പുതിയ ഷെൽട്ടറുകളുടെ പണി പുരോഗമിക്കുന്നത്. 302 പുതിയ AC ബസ് സ്റ്റോപ്പുകൾ ചൂട് തുടങ്ങുന്ന ജൂൺ മാസത്തിനു മുമ്പായി നിർമ്മാണം പൂർത്തീകരിക്കും. കഠിന ചൂട് സമയത്ത് ബസ് സ്റ്റോപ്പുകളിൽ വരുന്ന യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയ ആശ്വാസമായിരിക്കും 24 മണിക്കൂറും സൗജന്യമായി പ്രവർത്തിക്കുന്ന ഈ AC ബസ് സ്റ്റോപ്പ് ഷെൽട്ടറുകൾ. ജവാദ് മുഹമ്മദ്, മീഡിയ 1, അബുദാബി. 13 വർഷമായി നാട്ടിൽ പോകാൻ കഴിയാതെ വിഷമിച്ചിരുന്ന മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിക്ക് സൗദിയിൽ പ്രഖ്യാപിച്ച ഇളവ് കാലാവധിയും കേരള ഗവൺമെന്റിന്റെ സൗജന്യ വിമാന ടിക്കറ്റും അനുഗ്രഹമായി. ജിദ്ദയിൽ നിന്ന് ഇവർ നാളെ നാട്ടിലെത്തും. 13 വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെ റിയാദിൽ വീട്ടുജോലിക്കെത്തിയതായിരുന്നു പെരിന്തൽമണ്ണ സ്വദേശിനിയായ ഇവരും ഇവരുടെ ഭർത്താവും. ഒരേ വീട്ടിൽ തന്നെ ഇരുവർക്കും ജോലിയെടുക്കാമെന്നായിരുന്നു സൗദിയിലേക്ക് വരുമ്പോൾ ഇവരോട് പറഞ്ഞിരുന്നത്. എന്നാൽ റിയാദിലെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള ജോലിയായിരുന്നില്ല ഇവർക്ക് നൽകിയിരുന്നത്. ഭർത്താവിനെ കാണാനോ സംസാരിക്കാനോ അനുവാദവും ഉണ്ടായിരുന്നില്ല. ഭക്ഷണമൊന്നും തരൂല്ലായിരുന്നു, ശമ്പളവും തരൂല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് റിലീസ് തരണമെന്ന് പറഞ്ഞപ്പോ റമദാനിക്കായിരുന്നു ആ ഭക്ഷണം തരാതെ ഞങ്ങളെ ഇട്ടിരുന്നത്. ഭക്ഷണം ചോദിക്കുമ്പോ പറയും പിന്നെ ഇവിടെ പോണെന്ന്, പിന്നെ മസ്ജിദിലുണ്ട് അവിടെ പോയി കഴിച്ചോളാൻ പറയും. ആവശ്യത്തിന് ഭക്ഷണവും ലഭിക്കാതായപ്പോൾ ഇവർ സ്പോൺസറുടെ അടുത്തു നിന്നും ഒളിച്ചു താമസിക്കുകയായിരുന്നു. അതിനാൽ സ്പോൺസർ ഉറൂബാക്കുകയും ചെയ്തു. ശേഷം നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ കഴിച്ചുകൂട്ടുമ്പോഴാണ് സൗദിയിൽ ഇളവ് പ്രഖ്യാപിച്ചത്. റിലീസ് തരാന്ന് പറഞ്ഞാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. ചോദിക്കുമ്പോ 12,000-15,000 രൂപ ഒരാൾക്ക് വിസമ ചോദിക്കായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ ഉറൂബാക്കി പാസ്പോർട്ട്. പിന്നെ ഞങ്ങൾക്കൊന്നും പറ്റാതായിപ്പോയി. കേരള ഗവൺമെന്റിന്റെ ടിക്കറ്റ് കിട്ടിയത് അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഓ, വലിയ ഉപകാരം. കുട്ടികളെ കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, 2 പേര്. കോൺസുലേറ്റിൽ നിന്നും ലഭിച്ച ഔട്ട് പാസ് ഉപയോഗിച്ച് കേരള ഗവൺമെന്റ് അനുവദിച്ച സൗജന്യ ടിക്കറ്റുമായി ഭർത്താവിനോടൊപ്പം ഇവരും നാളെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. 13 വർഷമായി പിരിഞ്ഞിരിക്കുന്ന തങ്ങളുടെ 2 മക്കളെയും കുടുംബത്തെയും കാണാനുള്ള സന്തോഷവുമായി. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. തനത് മാപ്പിളപ്പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തി KMCC റിയാദ് സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് മത്സരം ശ്രദ്ധേയമായി. 3 മാസം നീണ്ടു നിൽക്കുന്ന KMCC മെഗാ ഇവന്റിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. 32 പേർ മത്സരത്തിൽ പങ്കെടുത്തു. സീനിയർ വിഭാഗത്തിൽ ഹിബ അബ്ദുസലാം 1ാം സ്ഥാനം നേടി. ജലീൽ മഞ്ചേരി, സത്താർ മാവൂർ എന്നിവർ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ നസറുദ്ദീൻ കോട്ടയം, മുഹമ്മദ് ഹിലാൽ എന്നിവർ 1ാം സ്ഥാനം പങ്കിട്ടു. മുഹമ്മദ് റഫി 2ഉം മുഹമ്മദ് ജാസിം 3ാം സ്ഥാനവും നേടി. ബഷീർ ചെറ്റുവ, പ്രമോദ് കണ്ണൂർ, മുഹമ്മദ് റാഫി കോഴിക്കോട് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഷിഫ അൽ ജസീറ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം KP മുഹമ്മദ് കളപ്പാറയുടെ അധ്യക്ഷതയിൽ അറ്റ്ലസ് ജ്വല്ലറി സൗദി മാനേജർ മൊയ്തു കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. M. മൊയ്തീൻ കോയ, മുജീബ് ഉപ്പട, ഉസ്മാൻ അലി പാലത്തിങ്കൽ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വിജയികൾക്ക് ഡിസംബറിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മീഡിയ 1, റിയാദ്. ബംഗളൂരുവിൽ ATMൽ നിന്ന് പണം പിൻവലിക്കാൻ ചെന്ന മലയാളി യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മോഷ്ടാവ് ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബംഗളൂരുവിൽ കാനറ ബാങ്ക് ഉദ്യോഗസ്ഥയായ ജ്യോതി എന്ന യുവതിയാണ് ആക്രമണത്തിന് ഇരയായത്. യുവതിക്കു പിന്നാലെ ATMലേക്ക് കയറിയ യുവാവ് ATMന്റെ ഷട്ടർ താഴ്ത്തിയതിനു ശേഷമാണ് ആക്രമിച്ചത്. പേഴ്സും മൊബൈൽ ഫോണും കൈക്കലാക്കിയ യുവാവ് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. മോഷ്ടാവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജ്യോതി ബോധരഹിതയായി. സംഭവം നടന്ന് 3 മണിക്കൂറിന് ശേഷമാണ് യുവതിക്ക് ബോധം തിരിച്ചു കിട്ടിയത്. തുടർന്നാണ് ചില ആളുകൾ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
യുവതിയെ ആക്രമിച്ച വ്യക്തിയുടെ മുഖം CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും ഇയാളെ കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുവെന്നും പോലീസ് പറയുന്നു. The person is visible on that in that CCTV footage, and we will circulate it among our staff, our police stations, and after that we will try to ascertain who is the person. If he is if he is a criminal who is already registered with our police stations, then we will see if he is already on our records. ആശുപത്രിയിൽ കഴിയുന്ന ജ്യോതിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. എല്ലാ മൂല്യങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് കവി സച്ചിദാനന്ദൻ. മതം, തത്വചിന്ത, കല, പ്രത്യയശാസ്ത്രം എന്നിങ്ങനെ നിരവധി മേഖലകളിൽ ഈ മൂല്യച്യുതി പ്രകടമാണ്. അബുദാബി ശക്തി തിയേറ്റേഴ്സ് സംഘടിപ്പിച്ച സാംസ്കാരിക സന്ധ്യയിലും കാവ്യനിശയിലും പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ദുബായിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന പ്രദർശനമേള ശ്രദ്ധയാകർഷിക്കുന്നു. പ്രതിദിനം 100 കണക്കിന് പേരാണ് മേളയിൽ എത്തുന്നത്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ വിതരണക്കാരായ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്നതാണ് വേൾഡ് ഓഫ് പെരിഷബിൾ എന്ന പേരിൽ നടക്കുന്ന മേള. ഫ്രഷ് ഉൽപ്പന്നങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്ന മേളയിൽ യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ നിരവധി കമ്പനികൾ എത്തിയിട്ടുണ്ട്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പിന്തുണയുള്ള മേള ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ കൂടി ഭാഗമായാണ് നടക്കുന്നത്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ വിതരണം ചെയ്യുന്ന 100-ലധികം പ്രമുഖ കമ്പനികളാണ് മേളയിലെത്തിയത്. മുൻവർഷത്തേക്കാൾ നല്ല പ്രതികരണമാണുള്ളതെന്ന് ഫ്ലോറൽ ഫ്രൂട്ട്സ് MD CV ബഷീർ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ചിട്ട് ഈ വർഷം കൂടുതലാണ് ആൾക്കാർ, പ്രത്യേകിച്ച് വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ കാര്യം. അതുകൊണ്ട് ഓരോ വർഷം തോന്നുന്നിടത്തോളം ഈ മേഖല കൂടുതൽ ആൾക്കാർ സ്റ്റാൾ എടുത്തിട്ടും കൂടുതൽ വിസിറ്റേഴ്സും കൂടുതൽ ഇൻ്റർനാഷണൽ ലെവലിൽ ട്രേഡേഴ്സും വന്നിട്ട് ഈ കാര്യത്തിൽ കൂടുതൽ നമുക്ക് വിജയമുണ്ട്. നമ്മളിത് സ്റ്റാർട്ടിങ് മുതലേ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഫ്രഷ് പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും അളവ് 20% വർദ്ധിച്ചിട്ടുണ്ട്. വ്യത്യസ്ത പച്ചക്കറി, പഴവർഗ്ഗങ്ങളുടെ ഈ വിശാല ലോകം വേറിട്ട അനുഭവമാണ് നൽകുന്നതെന്ന് ഇവിടെ എത്തുന്ന ആരും സാക്ഷ്യപ്പെടുത്തും. നാഷണൽ ബ്രാൻഡഡ് കമ്പനീസാണ് കൂടുതലായിട്ടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ഒരുപാട് പുതിയ കസ്റ്റമറുമായിട്ട് സംസാരിക്കാനും പുതിയ സപ്ലയറുമായിട്ട് സംസാരിക്കാനും പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുമായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഈ ഒരു പ്രോഗ്രാം വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാളെ അവസാനിക്കുന്ന ഈ പ്രദർശനമേള ഫ്രഷ് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മക്കൊപ്പം ഗൾഫ് രാജ്യങ്ങളിൽ അതിന്റെ ആവശ്യകത കൂടിയാണ് വ്യക്തമാക്കുന്നത്. മീഡിയ 1 ദുബായ്. ഖത്തറിലെ കായിക കേന്ദ്രമായ ആസ്പയർ സോൺ സംഘടിപ്പിച്ച സ്പോർട്സ് എക്സിബിഷൻ കാഴ്ചക്കാർക്ക് വ്യത്യസ്ത അനുഭവമായി. കായിക മേഖലയിലെ വിപണന സാധ്യതകൾ വ്യക്തമാക്കുന്നതായിരുന്നു ആസ്പയർ ഫോർ സ്പോർട്സ് എക്സിബിഷൻ. കായിക ലോകത്തെ വ്യവസായ സാധ്യതയെ പരിചയപ്പെടുത്തുന്നതായിരുന്നു ഖത്തറിലെ ആസ്പയർ സ്പോർട്സ് സംഘടിപ്പിച്ച പ്രദർശനം. 16-ന് ആരംഭിച്ച പ്രദർശനം നാളെയോടുകൂടി അവസാനിക്കും. പ്രാദേശികവും അന്താരാഷ്ട്ര തലവുമായ നിരവധി കമ്പനികൾ എക്സിബിഷനിൽ പങ്കെടുത്തു. കായിക മേഖലയിലെ നിർമ്മാണ പ്രവർത്തനം, സുരക്ഷാ ഉപകരണങ്ങൾ, കായിക വസ്ത്രവ്യാപാരം, കൃത്രിമമായ മൈതാന സാമഗ്രികൾ തുടങ്ങി പ്രത്യക്ഷത്തിൽ ചെറുതെന്ന് തോന്നുന്ന വലിയ വ്യവസായമാണ് കാഴ്ചക്കാർക്കായി ആസ്പയർ സോണിൽ പരിചയപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര സ്പോർട്സ് വാഹന നിർമ്മാതാവായ ഫെറാറിയുടെ പ്രത്യേക സ്റ്റാളും പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. ഖത്തറിൽ വരാനിരിക്കുന്ന ലോകകപ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായാണ് കായിക പ്രദർശനം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ വ്യക്തമാക്കി. പ്രദർശനം കാണാനെത്തുന്നവർക്ക് കൈനിറയെ സമ്മാനം നൽകിയാണ് ഓരോ കമ്പനികളും തിരിച്ചയക്കുന്നത്. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. ദുബായിലെ അൽഖൂസിൽ വ്യാവസായിക മേഖലയിൽ ഡെഫിൽ ഹട്ടിൽ എന്ന പുതിയ ഹോട്ടലിൽ തീപിടിച്ചു. ഗ്രാൻഡ് സിറ്റി മാളിനടുത്തുള്ള ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. 6 മലയാളികൾക്കും ഒരു പാകിസ്ഥാനിക്കും തീപിടുത്തത്തിൽ സാരമായി പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. പാരാച്യൂട്ടിലെ അഭ്യാസ പ്രകടനത്തിനിടെ കയർ കെട്ടുപിണഞ്ഞുണ്ടായ അപകടത്തിൽ നിന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് ഹംദാൻ തന്നെയാണ് അറബ് പത്രത്തിലൂടെ ലോകത്തെ അറിയിച്ചത്. വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം.